ലവ് ജിഹാദ് പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി യൂത്ത് ലീഗ്. പി.സി. ജോർജ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നും കാസയ്ക്കെതിരെ നടപടി വേണമെന്നും കത്തിലുണ്ട്. നിയമസഭയിലെത്തിയാണ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, പി.സി. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കാൻ ആകില്ല എന്നാണ് നിയമോപദേശം ലഭിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. പക്ഷേ ഇപ്പോൾ യൂത്ത് ലീഗ് പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതിയിൽ പറയുന്നത് എന്താണ്? സ്മൃതി, പി.സി. ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് യൂത്ത് ലീഗ് ഭാരവാഹികൾ നിയമസഭയിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ്. ചാനൽ ചർച്ചയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ പോലീസിന് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതി ജാമ്യം നൽകുന്ന സമയത്ത് സമാന രീതിയിലുള്ള കുറ്റങ്ങൾ ഇനി ഉണ്ടാവരുത് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് മീനച്ചിൽ താലൂക്കിൽ 400ഓളം പേരെ ലവ് ജിഹാദിന് ഇരയാക്കി എന്നൊരു പരാമർശം പി.സി. ജോർജ് നടക്കുന്നത്. ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണ്. പോലീസ് ഒരു തരത്തിലും ഇടപെടുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലാണ് യൂത്ത് ലീഗ് ഭാരവാഹികൾ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ ഇടപെടൽ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന മറുപടി മുഖ്യമന്ത്രി നൽകി. ഒപ്പം കാസ എന്ന സംഘടനയ്ക്കെതിരെയും അതിൻ്റെ ലീഡറായ കെവിൻ പീറ്ററിനെതിരെയും അന്വേഷണം നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. മുമ്പ് കാസയ്ക്കെതിരെ ഈരാറ്റുപേട്ട പോലീസിൽ പരാതി നൽകിയപ്പോൾ കാസ ഭാരവാഹികൾ ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും മതവിദ്വേഷ പരാമർശം അവർ നടത്തുകയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.